ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ അടുപ്പത്ത് കിടന്ന് വരട്ടി എടുക്കുന്ന സംഭവങ്ങൾ കണ്ടില്ലേ? വേറെ ഒന്നല്ല, നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ സ്വന്തം പന്നിക്കറിയാണ് കേട്ടോ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെ ചാനലിൽ ഈ വീഡിയോ അവസാനം വരെ കാണാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എവിടെയാ പോന്നേ? ചെമ്മന്നോട്ടി എന്തിനാ പോന്നേ? എന്ത് ചിക്കയാ വാങ്ങുന്നേ? ഓക്കെ. അങ്ങനെ പിള്ളേരെയും കൂട്ടി ഞാനും കയറി കാറിലിരുന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് പന്നി വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും ഞാൻ അത് ഷോർട്ട് വീഡിയോ ആക്കി ഇടാന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു. പിന്നെ ഇതാ നീട്ടി വലിച്ചങ്ങ് എടുത്ത് കേട്ടോ. അങ്ങനെ ചെമ്പന്തൊട്ടി പള്ളിക്കലും ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ പന്നിയും വാങ്ങിയിട്ട് വീട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പം അച്ഛനും അമ്മയും കൂടിയിട്ട് പന്നിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു നെയ്യൊരുക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പൊതുവെ പന്നിയൊന്നും അങ്ങനെ വാങ്ങലൊന്നുമില്ല, ബീഫും വാങ്ങലില്ല. പുറത്തുനിന്ന് എങ്ങനെ ഞാനെല്ലാം പോയിട്ടമ്മ കഴിച്ചാലായി എന്നല്ലാണ്ട് ചിക്കനും പിന്നെ മട്ടനും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയൊന്നും നമ്മളെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവിടെ നിന്നേണ്ട വീട്ടിൽ അമ്മക്കും അച്ഛനും നിമിഷേച്ചിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പന്നി. ഇപ്പം നമ്മൾ ഇഷുവിനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ റിഗോർഡും ഞാനിത് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിന്, പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ ഒന്നും കഴിച്ചാല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ നെയ്യ് ഒരുക്കുകയാണ്. അപ്പോൾ ഇത് മുന്നേ വാങ്ങിച്ച പന്നിയിലുണ്ടായിരുന്ന ഒരു നെയ്യ് ഉരുക്കി വെച്ചത് അമ്മ കുപ്പിയിലാക്കി വെച്ചതാണ്. ഇതിൻ്റെ എണ്ണ പൊതുവേ നമ്മളെ വീട്ടിലൊന്നിലും യൂസ് ചെയ്യലൊന്നുമില്ല. പിന്നെ വെറുതെ എന്തോ മരുന്ന് അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ നെയ്യ് ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളിതാ വേണ്ട ചേരുവകളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചധികം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ നമ്മളെ സാദാ ഉള്ളിയാണ് വേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ പന്നി ഇതാ ഒരു 2 റൗണ്ടും കൂടി കഴുകാനുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ എടുത്ത് വെച്ചതാണ്. അതിന് ശേഷം ഇതാ നമ്മളെ മറ്റേ മുറിച്ച് വെച്ചതെന്നുള്ള ആ ഒരു കഷ്ണം ഇതെന്താ നെയ്യ് അതിങ്ങനെ ഒരുക്കി എടുക്കുവാണ്. കണ്ടില്ല, ഇത്രത്തോളം നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് കേട്ടോ. ഇതിങ്ങനെ നെയ്യ് ഉരുക്കുന്ന സമയത്ത് ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നു. അപ്പം അടി കുറച്ചൊന്ന് കരിഞ്ഞ് തുടങ്ങിയെന്ന് കണ്ടപ്പം പിന്നെ അമ്മ നിർത്തിയതാണ്. എന്നാലും നമുക്ക് കുറച്ചധികം നെയ്യ് കിട്ടീനെ. അപ്പം അമ്മ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ വീട്ടിലാവശ്യത്തിനൊന്നും ഇതുവരെ ഇതിൻ്റെ നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് അമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെന്തോ മരുന്നായിട്ട് അങ്ങനെ എന്തോ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് മുന്നേ എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇതാ അമ്മ കുരുമുളക്, നല്ല ഹോൾ കുരുമുളകില്ലേ, അതിങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മൾ കുരുമുളക് തീർന്നുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഇത് നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിന്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ നല്ലതുപോലെ ചൂടാക്കി എടുക്കുന്നത്. അതായത് ഇതിൻ്റെ കളർ നല്ലപോലെ മാറി വരും കേട്ടോ. അപ്പം ഞാനൊന്നും പൊതുവേ അങ്ങനെ മസാലകൾ ചൂടാക്കലൊന്നുമില്ല. പക്ഷേ ഇവിടെ അമ്മയും നിമിഷേച്ചിലാക്കുമ്പം ചിക്കനിലേക്ക് ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ചൂടാക്കി എടുക്കും കേട്ടോ. അപ്പം അതിൻ്റെ മൊത്തത്തിൽ കറീൻ്റെ കളർ തന്നെ ഒരു നല്ല കറുത്ത കളറിൽ നമുക്ക് കിട്ടും.
ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളെ പന്നിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മസാലപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. പിന്നെ നമ്മൾ നേരത്തെ ആ നെയ്യ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമുള്ള ആ പഞ്ഞി കഷ്ണങ്ങളില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി അതിലേക്ക് അമ്മ ഇതാ ഉള്ളി, ഇഞ്ചി, പിന്നെ നമ്മളെ പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനാണ് ഈ സംഭവങ്ങളെല്ലാം മുറിച്ചത്. അന്നേരം അച്ഛൻ വെളുത്തുള്ളി മുറിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളുത്തുള്ളി അമ്മ പിന്നെ അന്നേരം തന്നെ തോല് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെന്താ ഇട്ടത്, പിന്നെ ചെറിയുള്ളി, കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ബീഫെല്ലാം ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കൂലേ, അല്ല കുക്കിയിട്ട് എടുക്കൂലേ, അതുപോലെ ആക്കി വെക്കുകയാണ്. പിന്നെ ഇതമ്മ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിന് വെള്ളം വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്തത്. പിന്നെ അത്യാവശ്യം കുറച്ച് സമയം എടുക്കും ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് അവിടെ നിന്ന് ആവുന്ന സമയത്ത് നമുക്കിപ്പുറത്ത് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സംഭവങ്ങൾ കൂടെ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീട്ടിലൊന്നും ഈ പന്നി അങ്ങനെ ആരും കൂട്ടലൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് വന്ന ശേഷമാണ് എല്ലാവരും പന്നിയെല്ലാം കൂട്ടുന്നുള്ള ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പം പണ്ട് തിന്നാനുള്ള സമയത്ത് വാങ്ങലുണ്ട്, പക്ഷെ ഞാൻ അന്ന് ആ സംഭവം തൊട്ട് നോക്കലേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരിക്കലെങ്ങാനും ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്തോ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ, പക്ഷേ ഇപ്പം ഞാൻ കുറച്ചെങ്കിലും ഒരു 3-4 കഷ്ണമെങ്കിലും കൂട്ടലുണ്ട്. പിന്നെ എന്താ മീൻസ് കുറച്ചിങ്ങനെ കൂട്ടും, പക്ഷെ ഒരു വേണ്ടായിക അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചിക്കൻ കറിയിലെല്ലാം തക്കാളി ഉപയോഗിക്കില്ല, പക്ഷേ ഇത് പന്നീൻ്റെ കറി വെക്കുമ്പോൾ നമ്മൾ തക്കാളി ഉപയോഗിക്കലില്ല എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. അപ്പം അമ്മ എന്തോ ഇതെടുക്കാൻ പോയ സമയത്ത് ഞാനൊന്ന് ചെറുങ്ങനെ ഇളക്കിയതാണ് ഫോണും പിടിച്ചിട്ട്. അപ്പം അമ്മ ഇതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇതില്ലേ മഞ്ഞൾപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ അമ്മ തന്നെ ഇളക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇളക്കുന്നത്. അപ്പോൾ അമ്മ പൊടിച്ച് വെച്ചതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കുരുമുളക് കുപ്പിയിലാക്കിയിട്ട് ബാക്കി കുരുമുളക് ഇതാ നമ്മളെ ഉരുളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത മസാലകളും അതുപോലെ നമ്മളെ ഉള്ളിയും എല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അമ്മ അതിലേക്ക് കുക്കറിന്ന് നല്ല വെള്ളം അതിൽ തന്നെ വന്നിട്ടുണ്ടായിന്. അപ്പം വെള്ളമടക്കം നമ്മൾ ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അമ്മ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അത് മിക്സാക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഈ മസാലയിലെല്ലാം പറ്റിപ്പിടിച്ച് നല്ല എന്താ പറയണ്ടേ, നമ്മൾ വീഡിയോൻ്റെ ആദ്യം കാണിച്ച പോലെ കുറുകി വരണം. അതുവരെ നമുക്കത് അടുപ്പത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇതിലേക്ക് വറുത്തിടാനും കൂടിയേ മാത്രമേ ഉള്ളൂ. പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ നമ്മൾ പിന്നെന്തായാലും പെരിഞ്ചീരകവും കൂടി ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കരിഞ്ഞു പോവാണ്ട് നമുക്ക് എന്താ പറയണ്ടേ, നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി സത്യം പറഞ്ഞാൽ ഇതിൽ എത്ര ഇട്ടാലും മതിയാവില്ല. കാരണം നല്ല എരിവുണ്ടെങ്കിലാണ് ഇത് കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രത്തോളം കുരുമുളക് നമ്മളിട്ടും കുരുമുളക് പൊടിൻ്റെ അളവ് കുറവായിരുന്നു. അത് മീൻസ് ആ ഒരു എരിവ് കുറവായിരുന്നു. അത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ, അന്നേരമാണ് നമുക്ക് മനസ്സിലായത് എരിവ് അങ്ങനെ ഇല്ല എന്നുള്ളത് കേട്ടോ. അപ്പം പിന്നെയും അമ്മ കുരുമുളക് പൊടി പിന്നെയും ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം കണ്ടില്ല, നല്ല കറുത്ത കളറിൽ നമ്മളെ പന്നീത വരണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളിതിൽ തക്കാളി ചേർത്തിട്ടില്ല. പൊതുവേ അമ്മ പറഞ്ഞതാണ് പണ്ട് മുതലേ ഇതിൽ തക്കാളി ചേർക്കലില്ല എന്ന് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പന്നി കഴിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കൽ, അതുപോലെ തക്കാളി ഒന്നും ചേർക്കലില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഡിഷ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.